തിരുവനന്തപുരത്ത് ശസ്ത്രക്രിയയ്ക്കിടെ നെഞ്ചിൽ കുടുങ്ങിയ ഗൈഡ് വെയർ നീക്കം ചെയ്യാൻ കഴിയില്ല എന്ന് ഡോക്ടേഴ്സ് അറിയിച്ചതായി സുമയ്യ. സർക്കാർ ജോലിയും നഷ്ടപരിഹാരവും കിട്ടിയില്ലെങ്കിൽ നിയമപരമായി മുന്നോട്ടു പോകുമെന്ന് സുമയ്യ പറഞ്ഞു. എനിക്ക് നല്ല സങ്കടമായി. ഞാൻ പ്രതീക്ഷിച്ചു, ഇവിടുന്ന് പോയപ്പം പ്രതീക്ഷയില്ലാണ്ട് പോയി. അവിടെ ഇത് നോക്കിയപ്പോഴത്തേക്ക് ചലനമുണ്ട്. അപ്പം ഫാമിലിയിട്ട് വന്ന് ചോദിച്ചിട്ട് ഇതെടുക്കാം എന്ന് പറഞ്ഞായിരുന്നു. ഇത് രണ്ടറ്റവും താഴ്ഭാഗത്തും മുകൾ ഭാഗത്തും ഇത് ഒട്ടിപ്പോയി, അല്ലാതെ ബാക്കിയുള്ളിടം ഒട്ടിയിട്ടില്ല. അപ്പോൾ ഇത് എടുക്കണ്ട, അതവിടെ ഇരുന്നോട്ട് റിസ്ക് ആണെന്ന് പറഞ്ഞു, അതുകൊണ്ട് എടുത്തില്ല. നിയമമായിട്ട് മുന്നോട്ട് പോകണം. റിനു ശ്രീധറാണ് ഇപ്പോൾ വിവരങ്ങളുമായി തിരുവനന്തപുരം ചേരുന്ന. റിനു, ഇന്നലെ ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു ഇത് പുറത്തെടുക്കാൻ കഴിയുമെന്നുള്ള തലത്തിൽ, പക്ഷേ പിന്നീട് അത് മാറുന്നു. എന്താണ് ഇപ്പോൾ സുമയ്യ വ്യക്തമാക്കുന്ന കാര്യങ്ങൾ? ഗൈഡ് വെയർ പുറത്തെടുക്കാൻ കഴിയാത്ത പശ്ചാത്തലത്തിൽ ജോലിയും ഒപ്പം മറ്റ് പരിഹാര മാർഗങ്ങളും ആവശ്യപ്പെടും എന്നുള്ളതാണ് ഇപ്പോൾ സുമയ്യ വ്യക്തമാക്കുന്നത്. ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ടൊരു പരിശോധന നടന്നതാണ്. അതിൻ്റെ തുടക്കത്തിൽ ഈ ഗൈഡ് വെയർ പുറത്തെടുക്കാൻ കഴിയുന്ന നിലയിലാണ് എന്ന് പുറത്തേക്ക് റിപ്പോർട്ടുകൾ വന്നതാണ്. പക്ഷേ പിന്നീട് വിദഗ്ധ പരിശോധന നടക്കുമ്പോൾ ആ ഗൈഡ് വെയർ പുറത്തെടുക്കാൻ കഴിയില്ല എന്ന് തന്നെ ഡോക്ടേഴ്സ് പറയുകയായിരുന്നു. റിനു ശ്രീധറാണ് വിവരങ്ങളുമായി ചേരുന്നത്. റിനു, എന്താണ് സുമയ്യ വ്യക്തമാക്കുന്ന നിലപാട്? ഉന്മേഷ്, കഴിഞ്ഞ ദിവസം വിദഗ്ധ സംഘം 2 ശസ്ത്രക്രിയയാണ്, കീഹോൾ ശസ്ത്രക്രിയയാണ് നടത്തിയത്. ഇതിൽ ഗൈഡ് വെയർ പുറത്തെടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ 2 വശങ്ങളും ശരീരത്തോട് ചേർന്നിരിക്കുന്ന ഒട്ടിയ അവസ്ഥയിലാണ്. എടുത്തു കഴിഞ്ഞാൽ ആന്തരിക രക്തസ്രാവം ഉൾപ്പെടെ ഉണ്ടാകും. സുമയുടെ ജീവന് തന്നെ അത് ഭീഷണിയാകും. ഇത് വലിയ ഒരു മേജർ സർജറി നടത്തേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് സംഘം പറഞ്ഞത്. അതും ജീവന് വലിയ രീതിയിൽ ഭീഷണിയാകും എന്നുള്ളതാണ് ബന്ധുക്കളെ അറിയിച്ചത്. തുടർന്നാണ് ഈ ബന്ധുക്കളെ എടുക്കേണ്ട എന്നുള്ള നിലപാടിലേക്ക് പോകുന്നത്. ഡോക്ടർമാർ എടുക്കേണ്ട എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുകയും ചെയ്തു. ഇന്ന് അതോടുകൂടി ഉച്ചയോടുകൂടി അവർ വീട്ടിലേക്ക് മടങ്ങുകയും ചെയ്തു. സുമയ്യ പറയുന്നത് വലിയ ആത്മവിശ്വാസത്തോടു കൂടിയാണ് എത്തിയത് എന്നുള്ളതാണ്. പക്ഷേ ശസ്ത്രക്രിയയിൽ ഇത് എടുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞതോടെ വളരെ വിഷമമുണ്ട് എന്നുള്ളതാണ്. എന്തായാലും നിയമപരമായി മുന്നോട്ട് പോകാനാണ് സുമയ്യയുടെ തീരുമാനം. നഷ്ടപരിഹാരം കിട്ടണം, സർക്കാർ ജോലി ലഭ്യമാകണം. കാരണം ആശുപത്രി അധികൃതരുടെ സർക്കാരിന്റെ തന്നെ ഒരു പിഴവാണ് ഈ ഗൈഡ് വെയർ തന്റെ നെഞ്ചിൽ കുടുങ്ങാൻ കാരണം എന്നുള്ളതാണ് സുമയ്യ പറയുന്നത്. അതുകൊണ്ട് തന്നെ നഷ്ടപരിഹാരവും സർക്കാർ ജോലിയും വേണം, ഇല്ലെങ്കിൽ നിയമപരമായി മുന്നോട്ട് പോകും എന്നുള്ള ഒരു കാര്യം കൂടി അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഇന്ന് ഉച്ചയോടുകൂടി ഡിസ്ചാർജ് ചെയ്ത് സുമയ്യ വീട്ടിലേക്ക് മടങ്ങിയിരിക്കുകയാണ്. ഉന്മേഷ്, ശരി. റിനു ശ്രീധറാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.